നമ്മൾ ഇപ്പം 18 കണ്ടസ്റ്റന്റുകളായിട്ട് കയറുന്ന സമയത്ത് അവരപ്പം തന്നെ വിധി എഴുതും ഇന്ന വ്യക്തികൾക്ക് ഫസ്റ്റ് കൊടുക്കണം. എവിടെ ബിഗ് ബിഗ് ബോസിലാ? ബോസ് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ ഇന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ ചാനലിൻ്റെ ഞാനത് ഭാഗത്തുണ്ടായേക്കാം. ചോദിക്കാൻ കാരണം ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ 2 വ്യക്തികളുടെ പേരേ ഉള്ളൂ, ജിൻഡോ, ജാസ്മിൻ. ഇതില് നമ്മൾ കേൾക്കുന്നത് ജാസ്മിൻ ആയിരിക്കും ഫസ്റ്റ് കൊടുക്കാൻ സാധ്യത. കാരണം സാബു എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടു, ശ്വേതാമേനോനെ വിട്ടു, അവിടെ എല്ലാം ഇവർക്ക് പേഴ്സണലി ഇഷ്ടം ജാസ്മിനോടാണ്. അപ്പോൾ അതിനർത്ഥം ജാസ്മിന് പുറകെ ഇത്രയും സപ്പോർട്ടുണ്ട്, ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കണം എന്നൊക്കെ പറയാനായിട്ട് തന്നെ കയറ്റി വിട്ടാന്ന് തോന്നിയിട്ടുണ്ടോ ഫിറോസ് ഖാന്? എനിക്ക് സത്യത്തിൽ അവർ രണ്ടുപേരും കയറിയിട്ട് ഒന്നും തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. മനസ്സിലായി. അവർ രണ്ടുപേരും കയറിയത് ജാസ്മിന് വേണ്ടി എന്നല്ല, അവർക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുപോലെ എനിക്ക്. കാരണം ആക്ച്വലി നമ്മുടെ സാബു ഒരു നല്ല ഗെയിമറാണ്, അയാൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ശ്വേതാ മേനോനായാലും ഒരു ചലഞ്ചർ എന്ന രീതിയിൽ അവിടെ വലിയ സംഭവമൊന്നും പുള്ളിക്കും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവർ നല്ലൊരു ഗെയിമറല്ല, അത് ഫസ്റ്റ് സീസൺ നമ്മൾ കണ്ടതാണ്. പക്ഷേ സാബു ഉഗ്രൻ ഗെയിമറാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് ഒരു ചലഞ്ചറായിട്ട് ചെന്നിട്ട് ആ ഒരു നല്ലൊരു സംഭവത്തിൽ ഒന്നും എത്തപ്പെടാൻ പറ്റില്ല. ആ ഒരു പദവി എന്താണ് പുള്ളി പോയത്, വെറുതെ പോയി അത് കണ്ടിട്ട് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സ്ഥാനത്ത് ഫിറോസ് ഖാൻ ആണ് അവിടെ എന്ത് മാറ്റം വരുത്തിയത്? അല്ല, ഞാൻ ചലഞ്ചറായിട്ട് പോയിട്ടുണ്ടല്ലോ അതിന് മുന്നത്തെ. അല്ല, ഈ സീസൺ ഫിറോസ് ഖാൻ ഈ സീസണിലാണെങ്കിൽ ഉറപ്പായിട്ട് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ? അല്ല, അതിപ്പോൾ ഇവിടെ തന്നെ പറയാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞിട്ട് പോകുന്നതല്ല. നമുക്ക് എന്തായാലും നമുക്കറിയാം, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനകത്ത് പോയാൽ നമുക്ക് വരുത്താവുന്ന ഉറപ്പായിട്ട് എഴുന്നേൽപ്പിക്കും. ഉറപ്പായിട്ട് അവിടുത്തെ പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരുപാട് മൈനസുകളാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഫിറോസ് ഖാൻ പേഴ്സണലി ആര് വിന്നർ ആകണമെന്ന് ആഗ്രഹം? ആക്ച്വലി ജാസ്മിൻ വിന്നർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരാളാണ് ഇപ്പം ജാസ്മിൻ. അതെ. എൻഡ് ഓഫ് ദി ഡേ പുള്ളി പുറത്തിറങ്ങി വരുമ്പോൾ പുള്ളിക്ക് ഇത് കല്ലി വല്ലിയാണെങ്കിലും ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് പേർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദി ഡേ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? ജാസ്മിനെ വെച്ചിട്ടാണ്. മനസ്സിലായി. എന്ത് നെഗറ്റീവായാലും ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതൊക്കെ കാണിക്കാതെ ഇരിക്കാം. ഇപ്പോൾ തുമ്മുന്നതും അല്ലെങ്കിൽ അദ്ദേഹം കുളിക്കത്തില്ല എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എഡിറ്റിംഗ് ഉണ്ട്. ഈ എഡിറ്റിംഗ് ഉണ്ടല്ലോ, എന്തെല്ലാം സാധനങ്ങൾ അവിടെ നടക്കുന്നത്, വേറെ കാര്യം കാണിച്ചാൽ പോലെ. ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാലും ഇന്ന് നടക്കുന്ന സാധനം നാളെ കാണിക്കുള്ളൂ. ഇപ്പം ലൈവ് എന്ന് പറഞ്ഞാൽ അപ്പോഴല്ല നമ്മൾ കാണുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഇത്രയും 10-16 പേരുള്ളത് ഒരു ഫ്രെയിം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ രണ്ടുമുള്ള ഒരു സാധനം കാണിക്കുമ്പം അവിടെ വേറൊരാളിരുന്ന് എന്തെങ്കിലും ചെയ്തത് കാണിക്കാൻ പറ്റുമോ? ഇതില്ല. അത് അവർ തീരുമാനിക്കും ഇതിൽ ഏത് കാണിക്കണമെന്നുള്ളത്. കണ്ടന്റ് എന്തോ ആണ് അവരിടും, കണ്ടന്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സാധനത്തിലെന്ന് പറഞ്ഞാൽ ആക്ച്വലി ജാസ്മിൻ അവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു നെഗറ്റീവ്. പിന്നെ അവൾ ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്, പക്ഷെ പോസിറ്റീവും ചെയ്ത് കാണും. പക്ഷെ ഈയിടയ്ക്ക് ശരണ്യാണെ പോലും മുട്ട ഉണ്ടാക്കിയ സമയത്ത് താഴെ പോയി. പക്ഷെ ജാസ്മിനാണ് മുട്ട കളഞ്ഞെങ്കിൽ ഇതിനപ്പുറം നെഗറ്റീവ് വന്നേനെ. അതെന്തുകൊണ്ടെന്നാൽ ഇതിന് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ അത്ര നെഗറ്റീവ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിലൊന്നും കൂടെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ കുറ്റം പറഞ്ഞാലും റേറ്റിംഗ് ഉള്ള സീസൺ തന്നെയാണിത്. ഇതൊരു ബിസിനസ്സാണ്. അപ്പം ജാസ്മിന് വെച്ചിട്ടാണ് ഈ സീസൺ പോകുന്നതും ബിസിനസ് ചെയ്യപ്പെടുന്നതും. സോ അപ്പം ഏഷ്യാനെറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ആ വ്യക്തിക്ക് ഒരു പ്രൈസ് കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം. കാരണം ഇത്രയും ഫുൾ സ്ക്രീൻ സ്പേസും നേടിയെടുക്കുന്നത് ജാസ്മിനാണ്. അപ്പോൾ ആ ജാസ്മിന് തന്നെ കപ്പ് കിട്ടണം. അതാണ് നീതി എന്ന് പറയുന്നത്. ഇതിനകത്തൊരു നീതിയുണ്ട്, ബേസിക് നീതി. മനസ്സിലായി. അല്ലാതെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർക്ക് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈ എന്താണ് ഇപ്പോൾ ശരണ്യ അൻസിബ് എപ്പോഴും അവിടെ നിൽക്കുകയാണ്. ശരണ്യൊക്കെ ഈ 60 ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായി. ഇവരെന്തിൻ്റെ പേരിലാണ് ഇത്രയും ദിവസം അതിനകത്ത് തീറ്റിപ്പോറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അതാണ് എനിക്ക് എൻ്റെ ചോദ്യച്ചിഹ്നം. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും മോശം കണ്ടസ്റ്റൻസിന് ഈ ലാസ്റ്റ് വരെ എന്തിനു ഇവിടെ ഇപ്പോൾ അൻസിബയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അവിടുത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് അൻസിബയെ തോന്നുന്നത്. അത് എനിക്ക് ശരണ്യ ഈ 10-60 ദിവസം നിന്ന കുട്ടിയാണ്. എന്ത് ചെയ്തിട്ടാണ് നിന്നത്? ഇതിനെക്കാട്ടി ഗെയിം കളിക്കുന്നതിന് നേരത്തെ അവിടെ പറഞ്ഞുവിടുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് ചില ചോദ്യചിഹ്നങ്ങളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സീസണിലുണ്ടായിരുന്നു അങ്ങനെ 1-2 പേര്. ഞാൻ അത് ആ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. 100 ദിവസം വെറുതെ ഇരുന്ന് കാശം മേടിച്ചോണ്ട് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മേടിച്ച പൈസയ്ക്ക് ഗുണം കാണിക്കണം. 101%. ഞാൻ ഏതൊരു പ്രോഗ്രാമിലായാലും ഏതൊരു വർക്കിലായാലും ഞാൻ പോയി കഴിഞ്ഞാൽ മേടിച്ച പൈസയ്ക്ക് 101% ഞാൻ അതിൽ റിസൾട്ട് കൊടുത്തിട്ടേ. അതുകൊണ്ട് തന്നെയാണ്
നമ്മുടെ മാനം വിറ്റ് കളിക്കണം. മാനം വിറ്റ് എന്ത് ഷോ ഞാൻ ചെയ്തു? മാനം വിറ്റ് ജാസ്മിന്റെ കാര്യം ഫിറോസ് ഖാൻ ഒരിക്കലും മാനം വിറ്റ് ആളെ ഇനി എഴുതി വരും, മാനം വിറ്റ് ഫിറോസ് ഖാൻ, അങ്ങനല്ല. ജാസ്മിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ജാസ്മിന്റെ കാര്യം എന്ന് പറയുന്നത്, ജാസ്മിൻ അവള് മാനം വിൽക്കുകയാണോ എന്ന് അവൾക്ക് അറിയില്ല. അതായത് ഈ പ്രണയം ഇങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അവൾക്ക് അറിയില്ല. അവൾ ചെയ്യുന്നത് ശരിയെന്ന രീതിയിലാണ്, ഈ മാസം എന്നുള്ള രീതിയിലാണ് ഈ പ്രണയത്തിൻ്റെ കാര്യം ചെയ്തത്. പിന്നെ മൂക്ക് ചൊറിഞ്ഞതും മറ്റേ തുമ്മുന്നതും ഒക്കെ അവളുടെ ഓൾറെഡി ഉള്ള ക്യാരക്ടർ അങ്ങനെയാണ്, വീട്ടിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം കുളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ നേരത്തെ കുളിക്കത്തില്ലായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ സാധനമൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത്. പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഞാൻ കുളിക്കത്തില്ലെന്ന് പറയുന്ന സാധനം ഇങ്ങനെ പുറത്തു പോകും. നമ്മൾ ഒരുപാട് സംസാരിക്കുമല്ലേ അവിടെ, ഇതൊക്കെ ഈ സാധനം പുറത്തു പോകുന്ന ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല. അതെനിക്ക് തുമ്മിയ സാധനം, അത് നമുക്ക് തുമ്മലങ്ങ് പിടിച്ചിരുത്താൻ പറ്റുമോ? അപ്പോഴും അവൾ വിചാരിക്കുന്നത് പുറത്ത് പോയില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ മറ്റേ വീക്കെൻഡിലാണ് അവൾ കണ്ടത് ഈ തുമ്മുന്ന സാധനവും. അപ്പോഴും പുറത്ത് ഇത്ര നെഗറ്റീവ് ആണെന്ന് അവൾ ഇപ്പോഴും അറിയില്ല. നഖം കടിക്കുന്നത് ചിന്തിക്കുന്ന പോലും ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായതല്ല. അപ്പൊ അത് നാച്ചുറലി അത് വരും. പക്ഷെ ഇതൊരു കണ്ടന്റായി പുറത്തു പോകുന്ന ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് ചതിച്ചതെന്ന് പറയാൻ വരെ പറ്റുമോ? ജാസ്മിന് വേണേ അതൊരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി എഴുതി അവിടെ ഒപ്പിട്ടിട്ടാണ് കയറുന്നത്. ബിഗ് ബോസ് എങ്ങനെ നമ്മളെ ചിത്രീകരിക്കുന്നത്, നമ്മൾ കാണിക്കുന്ന എന്തും അവർക്ക് കാണിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, എഗ്രിമെന്റിലുണ്ട്. നമ്മളെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചിത്രീകരിക്കാം, നമ്മൾ കാണിക്കുന്ന എന്തും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പിട്ട് അതിനുള്ള പൈസ മേടിച്ചിട്ടാണ് കയറുന്നത്. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം?